അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പാൽപ്പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതേപോലെ പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പായസത്തിനുള്ള അരി വാങ്ങിയിട്ട് വേണം. അപ്പോൾ കടയിൽ നിന്ന് പോയി വാങ്ങണ്ടേ, അരി വെച്ചെന്തായാലും പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗോതമ്പ് നുറുക്കുണ്ടായിരുന്നു, അതായത് സൂചി ഗോതമ്പ് നുറുക്കുണ്ടല്ലോ, അതുണ്ടായിരുന്നു. സൂചി ഗോതമ്പ് നുറുക്കാണെങ്കിലും വെറുതെ പറയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ 3/4 കപ്പ് നമ്മുടെ ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഈ ഗോതമ്പ് നുറുക്കിലേക്ക് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ കഴുകിയെടുത്ത ഗോതമ്പ് നുറുക്ക്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നല്ലേ, ഇത് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ പോണത്. എന്നാൽ പിന്നെ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഈ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ ഈ ഗോതമ്പ് നുറുക്ക് എടുക്കണത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. വെള്ളം കുറയുമില്ല കൂടുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 3 വിസിൽ വന്നിട്ട് ഞാനിത് ഓഫാക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ആവി കളയണില്ല, ഇത് ദമ്മിൽ കടന്നിട്ട് തന്നെ ഒന്നും കൂടെ വേവട്ടെ. എന്നിട്ട് ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രമേ ഞാനിത് തുറന്ന് നോക്കണുള്ളൂ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ, അപ്പോഴും ഇതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ കുക്കറിലാകുമ്പോൾ ഒന്നും കൂടെ മയം ഉണ്ടാവും കേട്ടോ, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പാകം മതി കേട്ടോ വെള്ളം, കാരണം നമ്മളിതിലിനി പാലൊക്കെ ഒഴിച്ച് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി അടുത്ത പണി, 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഈ പായസം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കാണുന്നത് ഈ പായസം. അപ്പോൾ നമ്മളിത് കുറുകി വരുമ്പോൾ ഇത് ഗോതമ്പ് നുറുക്കാവുകൊണ്ട് തന്നെ ഒന്നുകൂടെ കുറുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ തിക്കായി നിൽക്കും കേട്ടോ. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പക്ഷേ അത് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു 10 മിനിറ്റ് സമയം തീ കുറച്ച് വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 കറാമ്പൂ മാത്രം ചതച്ചതിൽ ചേർക്കുകയാണ്. പിന്നെ ഇതിൽ പാലൊഴിച്ചത് കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ പാല് കരിഞ്ഞു പോവും. അതുകൊണ്ട് പായസത്തിന് ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം തീ കുറച്ച് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും പാലും പിന്നെ ഈ ഗോതമ്പ് നുറുക്കും എല്ലാം കൂടെ നന്നായി ഒന്ന് അങ്ങോട്ട് യോജിച്ച് വരട്ടെ. പിന്നെ മധുരം ഉണ്ടോ നോക്കിയിട്ട്, മധുരം എത്രയാണോ, ചിലർക്ക് മധുരം നല്ല മധുരം വേണ്ടി വരും പായസത്തിന്, ചിലർക്ക് ആവശ്യത്തിന് മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3/4 കപ്പ് മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1/2 കപ്പ് ഇതിൽ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം മധുരമുണ്ട് കേട്ടോ. അപ്പോൾ സമയം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തീ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, അത് നമ്മൾ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ഈ പായസത്തേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഞാനതിൽ ഇടണില്ല കേട്ടോ. അതിനേക്കാളും ടേസ്റ്റ് ഈ നെയ്യ് മാത്രം ഒഴിച്ച് കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വെറും നെയ്യ് മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 6 kg ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും 1 സ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതും കൂടെ ഇങ്ങോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പായസം റെഡി. സൂചി ഗോതമ്പ് നുറുക്കാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പലരും ഗോതമ്പ് പായസം എന്ന് പറയുമ്പോൾ അയ്യോ ഗോതമ്പ് പായസമായിരുന്നു എന്ന് പറയും. പക്ഷേ ഈ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഈ പായസം ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ്, ഇതാ കണ്ടില്ലേ, ഇത്രയും തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതി മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എടുത്ത പാലിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തത്, അപ്പോൾ ഒരു 3 കപ്പൊക്കെ എടുത്താൽ കുറച്ചുകൂടെ ലൂസായി കിട്ടും. അപ്പോൾ ശരി, ഇനി ഇതങ്ങോട്ട് കഴിക്കാമല്ലേ.
അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ വേറൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട വേറൊരു കാര്യം കൂടെ, ഇതിൽ ഒരു കറാമ്പൂവ് ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ. കറാമ്പൂവ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്താൽ മതി.